നേപ്പാളിൽ ആഞ്ഞു വീശിയ ജൻസി കലാപത്തെ തുടർന്ന് ഒടുവിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി പഴയ രാജാവിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം വല്ലതും നടത്തും? അതായത് ഇത് ഇന്ത്യക്ക് സത്യത്തിൽ തലവേദനയാണ്. അതെന്താ അങ്ങനെ തലവേദന എന്ന് വെച്ചാൽ, നമ്മുടെ ഒരയൽ രാജ്യം ബംഗ്ലാദേശ് ഇതുപോലെ ഈ യുവാക്കളുടെ പ്രക്ഷോഭം എന്ന് പറയുമ്പോഴും വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുമ്പോഴും ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് വേറെ ആളുകളാണെന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല അത് US സ്പോൺസേർഡും ആയിരുന്നില്ലേ? അതെ, അതുകൊണ്ട് US വിദേശകാര്യ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലേ, ഡേവിഡ് ലൂ എന്നല്ലേ പേര്. അതെ, അങ്ങേര് പോയ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഇതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭം സംഭവിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ്, അജണ്ട. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ ആവുമ്പോൾ സർവകലാശാലകളിലൊക്കെ ധാരാളം പേരുണ്ടാവും. ഇതിൻ്റെ കൂടെ വാടകയ്ക്കെടുത്ത കുറേ ആളുകളെയും കൂടി കയറ്റി വിട്ട് കഴിഞ്ഞാൽ തീവയ്പ്പ്, കടകൾ തീവയ്പ്പ്, അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദുക്കൾ വേട്ട, ഇതെല്ലാം കൂടി ആകെ കുളമാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴോ ഏതാണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ മുകളിലുള്ള നിരോധനം പിൻവലിച്ചു. പക്ഷെ 26 സോഷ്യൽ മീഡിയകളാണ് അവിടെ നിരോധിച്ചത്. യുവാക്കളെ വല്ലാതെ അലട്ടി. അപ്പോൾ നിരോധിച്ചിരുന്നു, നിരോധനം പിൻവലിച്ചു. നിരോധനം പിൻവലിച്ചിട്ടും രക്ഷ കിട്ടിയില്ല. അതാണ്. അപ്പം മന്ത്രിസഭ, നമ്മൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞ പോലെ, ഭരണകൂടത്തെ വീഴ്ത്തുക എന്നുള്ള അജണ്ടയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഈ KP ശർമ്മ ഒലി വേറെ എവിടെയെങ്കിലും രാജ്യത്ത് അഭയം തേടുവോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇന്ത്യയിലായിരിക്കും അഭയം തേടുക എന്ന് ഞാൻ ഒരു റിപ്പോർട്ടിൽ വായിച്ചിരുന്നു. ഇന്ത്യയിൽ അഭയം തേടാൻ സാധ്യതയുണ്ട്, രാജാവ് വരാൻ സാധ്യതയുണ്ട് അവിടെ. അതുപോലെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായതുപോലെ, ബംഗ്ലാദേശ് മാത്രമല്ല ശ്രീലങ്കയിൽ ഭരണ അട്ടിമറി നടന്നു. അവിടെ ഇതുപോലെ തന്നെ തെരുവുകൾ കലാപം നടന്നു. ശ്രീലങ്കയിൽ കുറച്ചു നാളും കൂടി ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിലും ഇവിടെയും സമാനമായ രീതിയിൽ ഏതാണ്ട് ഒരു ദിവസം മാത്രമേ ഭരണകൂടം മാറാൻ വേണ്ടി വന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്. ഇതിപ്പോൾ അമേരിക്കയാണെന്നുള്ള സംശയം വളരെ ഉറച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലും അമേരിക്കയായിരുന്നു. അമേരിക്ക എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നിൽക്കണം? ആയിട്ടൊരു താരിഫ് യുദ്ധമുണ്ട് അമേരിക്കയ്ക്ക്. അപ്പം നമ്മൾ ചൈനയുടെ കൂടെ ചേർന്നു അയലത്തുള്ള. അത് അമേരിക്ക പ്രതീക്ഷിച്ചതല്ല. നമ്മളും ചൈനയും റഷ്യയും തമ്മിൽ അച്ചുതണ്ട് രൂപപ്പെട്ടു. ചൈനയും നേപ്പാളും തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചൈന നേപ്പാളിൽ ഇടപെട്ടിട്ടില്ല, ഇന്ത്യയും ഇടപെട്ടിട്ടില്ല. കാരണം ഈ ചൈന ഇനി ഇടപെടാൻ സാധ്യതയില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. കാരണം കുറെ ജിഹാദികളൊക്കെ ചെന്ന് നേപ്പാളിൽ പെട്ടിട്ടുണ്ട്, പയറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പല കാലങ്ങളായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ തന്നെ ഒരു മോസ്ക് ചില ആളുകൾ താവളമാക്കി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നു. പാകിസ്ഥാനിൽ നിന്നും പഹൽഗാമിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് പറ്റാതെ വരുമ്പോൾ എന്നാൽ പിന്നെ നേപ്പാൾ വഴി ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ബീഹാറിൻ്റെയൊക്കെ അതിർത്തിയിലുള്ള ഒരു മോസ്ക് കേന്ദ്രമാക്കി നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അമേരിക്ക പറഞ്ഞു വരുത്താൻ സാധ്യത ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറഞ്ഞു വരുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുമായിട്ട് ഒട്ടും ചേർന്ന് പോകാത്ത ഒരു ഭരണകൂടമായിരുന്നു KP ശർമ്മ ഒലിയുടെ. അത് നമ്മൾ മറ്റേ ലിപ്പു ലേക്ക് ചുരത്തിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ അത് പറയാറില്ല. നമ്മൾ വാങ് യി, അതായത് ചൈനയുടെ വിദേശകാര്യമന്ത്രി, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കച്ചവട കരാറുകൾ ഒപ്പിട്ടു. 4 വർഷത്തിന് ശേഷം നമ്മളും ചൈനയുമായിട്ട് കച്ചവടം നേപ്പാളിലെ ലിപ്പു ലേക്ക് ചുരം വഴി നടത്താം എന്ന് സമ്മതിച്ചു. ആ വഴി നടത്താൻ പറ്റില്ല എന്ന് നേപ്പാൾ ഒരു നിലപാടെടുത്തു. അതായത് നമുക്കെതിരായിട്ടുള്ള നിലപാടെടുത്തു. ഇന്ത്യക്കെതിരായ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തു. ആ ഇന്ത്യ വിരുദ്ധ നിലപാട് എങ്ങനെ എടുത്തു? അതിന്റെ പിന്നിൽ ചൈന ആയിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചൈനയും നമ്മൾ അടുക്കുകയാണ്. മാത്രമല്ല ഇരു രാജ്യങ്ങൾ തമ്മിലാണ് ട്രേഡ് നടത്താൻ
പ്ലാൻ ചെയ്തതും. അതെ. അപ്പൊ നേപ്പാൾ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തെങ്കിൽ നേപ്പാളിലെ ഈ മാവോയിസ്റ്റുകളും പഴയ പ്രധാനമന്ത്രിമാരും ഒക്കെ അഴിമതിക്കാരാണെന്നാണല്ലോ ഇപ്പൊ യുവാക്കൾ പറഞ്ഞത്. അതെ. അപ്പോ അമേരിക്കയോ അമേരിക്കൻ താല്പര്യമോ കൊണ്ട് കുറച്ച് കോഴ കൊടുത്താൽ നേപ്പാളിന് ഈ നിലപാടെടുക്കാം. അപ്പൊ ആ സമയത്ത് കയറി അമേരിക്ക പറ്റിയിട്ടുണ്ടാവണം ഇന്ത്യക്കെതിരായ നിലപാട്. ചൈനയുമായിട്ട് ഒരു കച്ചവടം ഇന്ത്യ നടത്തണ്ട എന്ന് അമേരിക്കക്ക് വിചാരിക്കാം. അപ്പോ അതിന്റെ പിന്നിൽ അമേരിക്ക ആകാനേ സാധ്യതയുള്ളൂ ആഗോള ശക്തികളുടെ കൂട്ടത്തിൽ. അപ്പോ അങ്ങനെ ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നേപ്പാളിനെ സഹായിക്കേണ്ട ഒരു ബാധ്യതയും ഇന്ത്യക്കില്ല, ഇന്ത്യക്കില്ല, ചൈനയ്ക്കുമില്ല. കാരണം അവര് നമ്മളുമായിട്ട് ചേർന്ന് കാര്യങ്ങൾ നടത്താൻ അവർ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും വിച്ഛേദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ മേഖലയിൽ. അപ്പോൾ പക്ഷെ ഇന്ത്യയാണ് പിന്നിൽ നിന്ന് പറഞ്ഞ് വരുത്താം അവർക്ക്. ഇതൊക്കെ നമുക്ക് പിന്നെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമായല്ലോ. അപ്പോൾ അവിടെ ടിക്ടോക്ക്, വൈബർ, വി ടോക്ക്, നിംബസ്, പോപ്പ ലൈവ്, ഈ സോഷ്യൽ മീഡിയ ഒഴിച്ച് ബാക്കിയെല്ലാം ബാൻ ചെയ്തിരുന്നു. 26 എണ്ണം. അത് സോഷ്യൽ മീഡിയ പോയി രജിസ്റ്റർ ചെയ്യണമായിരുന്നു. എന്നിട്ട് അവിടുത്തെ സർക്കാരിന്റെ നയം മാത്രം അവിടെ പ്രചരിപ്പിക്കണമായിരുന്നു. അതാണ്. അപ്പൊ അതിനാരും വഴങ്ങിയില്ല. അതിനല്ലല്ലോ സോഷ്യൽ മീഡിയ. അപ്പോൾ ടൂറിസം നന്നായിട്ട് നടക്കുന്ന ഒരു സ്ഥലമല്ലേ. നമ്മൾ ടൂറിസത്തിൽ ഓരോ സ്ഥലവും ബുക്ക് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വെച്ചിട്ടല്ലേ. ഇതൊന്നും നടക്കില്ലായിരുന്നു, കച്ചവടമൊന്നും നടക്കില്ലായിരുന്നു. ഈ ബന്ധം പുതുക്കലും യുവാക്കളുടെ കാര്യവും മാത്രമല്ല കച്ചവടക്കാരുടെ. അപ്പോ യുവാക്കളെ രംഗത്തിറക്കാനായിട്ട് അതിന്റെ പിന്നിൽ കച്ചവട ലോബിയും ഒക്കെ കാണും. ധാരാളം ആളുകൾ ഇല്ലേ, ഫേസ്ബുക്ക് വഴി തന്നെ എത്ര കച്ചവടം നടക്കുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ 70 വയസ്സ് കഴിഞ്ഞവരാണ് ഈ നേതാക്കൾ മുഴുവൻ അവിടെ ഭരിക്കുന്നവര്. അവർക്ക് സോഷ്യൽ മീഡിയ വേണ്ടായിരിക്കും. പക്ഷേ ചില യുവാക്കൾ രാഷ്ട്രീയ നേതാക്കളായിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ, കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ റാപ്പറാണ്. റാപ്പർ ഇവിടെ എന്ന് പറഞ്ഞാൽ വേടനെ പോലെ പാട്ടൊക്കെ പാടുന്ന ഒരാൾ. 30കളിലാണ് പ്രായം, അധികം വയസ്സായിട്ടില്ല, 30s ബലേന്ദ്ര ഷാ. ചാനലുകളിലൊക്കെ നേപ്പാളിൽ നിന്ന് യുവാക്കൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ ബലേന്ദ്ര ഷായിലാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബലേന്ദ്ര ഷാ കാഠ്മണ്ഡു മേയർ ഈ പ്രക്ഷോഭകരുടെ കൂടെയായിരുന്നു. അപ്പോൾ ഒരു ഭരണ സംവിധാനം ഈ അട്ടിമറിക്ക് പിന്നിലുണ്ട്, ബലേന്ദ്ര ഷാ ഈ അട്ടിമറിക്ക് പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണാം. കാഠ്മണ്ഡു മേയർ ഈ പ്രക്ഷോഭകരുടെ കൂടെയായിരുന്നു. പിന്നെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി അവിടെ പൊട്ടിമുളച്ചിട്ടുണ്ട്. അതിൻ്റെ നേതാവ് രബി ലാമിച്ചനെ, മുൻ TV ആങ്കർ, അവതാരകൻ. അത് സോഷ്യൽ മീഡിയയിലെ ഒരു സ്വാധീനമാണ്. മുൻ ഉപപ്രധാനമന്ത്രിയുമാണ്. ഇവർ രണ്ടുപേരും ഉയർന്നു വന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ്. ബലേന്ദ്ര ഷായും ഈ രബി ലാമിച്ചനെയും ഇനി ഭാവിയിൽ പ്രധാനമന്ത്രിമാരാകാനൊക്കെ സാധ്യതയുള്ള ആളുകളാണ്. രാജാവ് അല്ല ഇനി വരുന്നതെങ്കിൽ, രാജാവ് വരാനായിട്ട് അമേരിക്ക സമ്മതിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഈ രണ്ടുപേരും ഈ പ്രക്ഷോഭകരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഹമി നേപ്പാൾ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയാണ് ഈ പ്രക്ഷോഭകരെയൊക്കെ ഏകോപിപ്പിച്ചത്, ഹമി നേപ്പാൾ. അതിൻ്റെ അധ്യക്ഷൻ സുധാൻ ഗുരുങ്. ഇങ്ങനെ 2-3 കഥാപാത്രങ്ങൾ ഇനി അവിടെ ഭരണം പിടിക്കാൻ സാധ്യതയുള്ളവരായിട്ടുണ്ട്. GDPയിൽ വളർച്ച കാണിക്കുന്നുണ്ട് നേപ്പാൾ, 4.9%. പക്ഷേ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയിരുന്നില്ല. ധാരാളം ദുരിതങ്ങൾ അല്ലേ, ഭൂകമ്പത്തിൽ പെട്ടു, യുവാക്കൾ നേപ്പാൾ വിട്ടു പോകുന്നു, ഇങ്ങനൊരു അവസ്ഥയുണ്ട്. പിന്നെ ലോകബാങ്ക് പറയുന്നത്, കേരളത്തിനെ പറ്റി പറയില്ലേ, ഗൾഫിൽ നിന്നുള്ള പണം വരവ് കൊണ്ടാണ് നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ വിദേശ റെമിറ്റൻസ് കൊണ്ടാണ് നേപ്പാൾ
നിലനിന്ന് പോകുന്നതെന്ന് ലോകബാങ്കിൻ്റെ കണക്കുണ്ട്. അപ്പോൾ ഈ ഒല്ലി ഇപ്പം രാജിവെച്ച ഒല്ലി, പുഷ്പ കമൽ പ്രചണ്ഡയുടെ വീടിന് നേരെയും ഇല്ലേ ആക്രമണം നടന്നു. പ്രസിഡന്റിന്റെ ശരിക്കുള്ള വസതി ഉണ്ടല്ലോ, ഔദ്യോഗിക വസതിയല്ല, ആള് ജനിച്ച സ്ഥലം, അതിനെതിരെ ആക്രമണം നടന്നു. മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടന്നു. 3 മന്ത്രിമാര് ഒലിക്ക് മുമ്പേ രാജിവെച്ചു. അപ്പോൾ 5 തവണ പ്രധാനമന്ത്രിയായ ഷർ ബഹദൂർ ദ്യൂബ ഇവരൊക്കെ അഴിമതിക്കാരാണ് എന്ന് ഈ യുവാക്കൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഓലി പോയി കഴിഞ്ഞാൽ വേറൊരാൾ, ഈ 70 വയസ്സ് കഴിഞ്ഞ ഒരാൾ, മുൻ പ്രധാനമന്ത്രി അധികാരമേൽക്കാൻ സാധ്യത തീരെ ഇല്ലായിരുന്നു. അവിടെ തീരെ ഇല്ല. ഇപ്പോഴും നമുക്ക് പറയാം. മാർച്ചിലാണ് രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രക്ഷോഭം നടന്നത്. നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ പോസ്റ്ററും ഒക്കെ വെച്ച് അവിടെ നേപ്പാൾ രാജാവ് 2-3 മാസത്തിന് ശേഷം വന്ന് വിമാനം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിമാനത്താവളം മുതൽ കൊട്ടാരം വരെ ജനങ്ങളെതിരേറ്റിരുന്നു. രാജാവ് തിരിച്ചു വരണം, രാജാവ് തിരിച്ചു വരണം എന്ന് പറഞ്ഞ അവിടെ ഒരു പ്രക്ഷോഭം നടക്കുന്നത് തന്നെ അവിടുത്തെ നാട്ടുകാർക്ക് ഭരണം ഇഷ്ടമല്ല. ഇതുവരെയുള്ള 2008 മുതൽ ഭരണം ഇങ്ങനെ മാറി മാറി വന്നത് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അവിടുത്തെ ഒരു മന്ത്രിസഭയുടെ രീതി എന്താന്ന് വെച്ചാൽ, ഈ അഴിമതി വലിയ കോഴയ്ക്കുമൊക്കെ പദ്ധതികൾ നടപ്പാക്കുമല്ലോ. പക്ഷെ മന്ത്രിസഭയുടെ ഒരു പോളിസി ഡിസിഷൻ, നയപരമായ തീരുമാനം ക്യാബിനറ്റ് എടുക്കുമല്ലോ ഓരോന്നിന്. ഇങ്ങനെ അതിൻ്റെ അകത്ത് അഴിമതി നടന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ല. മന്ത്രിസഭയുടെ പോളിസി ഡിസിഷൻ അനുസരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയത് എന്ന് പറഞ്ഞിട്ട് സകല മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുകയാണ്. അതിന് അവിടെ ഒരു വകുപ്പുണ്ട്. ഇപ്പോൾ ഒല്ലിയുടെ കാര്യം, ഈ ഒലിയൊക്കെ ഇനി പ്രശ്നത്തിലാകാൻ പോകുന്നേ ഉള്ളൂ. അവിടം വിട്ട് ദുബായിലോ, ഇടയ്ക്ക് ഇന്ന് കേട്ടിരുന്നു ദുബായിൽ അഭയം തേടാൻ പോകുന്നു എന്ന്. ഇന്ത്യക്ക് വേണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒലി ഈ അവിടെ ഒരു തേയിലത്തോട്ടം തുണ്ട് ഭൂമികളാക്കിയിട്ട് സുപ്രീം കോടതി വിധി ലംഘിച്ച് തുണ്ട് സ്ഥലങ്ങളായിട്ട് 5 സെൻറ്റ് 10 സെൻറ്റ് ആക്കി വിറ്റ ഒരു കുംഭകോണമുണ്ട്. സുപ്രീം കോടതി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാണ് ഒലിക്കെതിരെ ഇപ്പോൾ കോർട്ടലക്ഷ്യ കേസ് നടന്നു വരിക. സുപ്രീം കോടതിയുടെ വിധി ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ മുമ്പുള്ള 3 പ്രധാനമന്ത്രിമാർ, മാധവ് നേപ്പാൾ, ബാബുറാം ഭട്ടറായി, ഗിൽരാജ് റഗ്മി, ഇവരൊക്കെ കുംഭകോണത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. 3 തവണ പ്രധാനമന്ത്രിയായ ആളാണ് പ്രചണ്ഡ, പഴയ മാവോയിസ്റ്റ്. പ്രചണ്ഡ ഈ UN മേൽനോട്ട കന്റോൺമെൻറ്റിൽ മാവോയിസ്റ്റ് ഗറില്ലകൾക്ക് കൊടുക്കാനുള്ള പണം ഉണ്ടല്ലോ, ഗറില്ലകൾക്ക് കന്റോൺമെൻറ്റുകളിൽ കൊടുക്കാനുള്ള പണം, UN അയക്കുന്ന പണം, ശതകോടികൾ, അത് വകം മാറ്റി തിന്നു എന്ന് പറഞ്ഞൊരു കോഴക്കേസ് അയാൾക്കെതിരെ ഉണ്ട്, പ്രചണ്ഡയ്ക്കെതിരെ. പിന്നെ വലിയ ബംഗ്ലാവുകൾ വെച്ചതായിട്ടൊക്കെ മാവോയിസ്റ്റുകൾ, അതും ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ശതകോടികൾ പ്രചണ്ഡ അമുക്കി എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. ദ്യൂബ പ്രധാനമന്ത്രിയായിരുന്ന ആൾ ഒരു വിമാനങ്ങൾ സർക്കാർ വാങ്ങിയതിൽ അഴിമതി കാട്ടി എന്ന് പറഞ്ഞ ആരോപണമുണ്ട്. ആളുടെ ഭാര്യ അർസു റാണ, അവർ ഈ ഒലിയുടെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു, വിദേശമന്ത്രിയായിരുന്നു അവർ, ആ ദ്യൂബയുടെ ഭാര്യ. അപ്പം നേപ്പാൾ പൗരന്മാരെ, ഈയിടെ ഒരു കേസ് വന്നിരുന്നല്ലോ, നേപ്പാൾ പൗരന്മാരെ കടലാസിലെ ഭൂട്ടാൻ പൗരന്മാരാക്കിയിട്ട് വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ അമേരിക്കയിലേക്ക് കടത്തുന്നു എന്ന് പറഞ്ഞൊരു കേസ്, കയറ്റി അയക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യക്കടത്ത്. അത് ഈ ഇന്ത്യക്കാർക്കും ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്തൊരു ആരോപണം വന്നിരുന്നു. അപ്പോൾ അഴിമതിയിൽ പെട്ട് കിടക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ. 70 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലൂയിഡ്, ഇന്നലെ നമ്മൾ പറഞ്ഞ അത് തന്നെയാണ്. നേപ്പാൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഈ ബലേന്ദ്ര ഷാ മേയർ ഒരു പ്രധാനമന്ത്രിയാകാൻ വലിയ സാധ്യതയുള്ള ഒരാളാണ്. കാരണം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ
അണിയറയിൽ നിന്ന പ്രധാനപ്പെട്ട ആളാണ് ബലേന്ദ്ര ഷാ. അപ്പോൾ രാജാവാണോ വരുന്നത്, ബലേന്ദ്ര ഷായാണോ വരുന്നത്, വേറെ ആരെങ്കിലും ആണോ, രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് രബി ലാമിച്ചിനെ ആണോ, അതോ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണോ, അത് നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.